വിവാഹ ജീവിതത്തിൽ സന്താനത്തിന് വളരെ പ്രാധാന്യമുണ്ടല്ലോ. അപ്പോൾ സന്താനം ലഭിക്കുമോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ജാതകത്തിൽ നിന്ന് ആ ജാതകത്തിലെ 5-ാം ഭാവത്തിൻ്റെ സ്ഥിതി, അതുപോലെ തന്നെ 9-ാം ഭാവത്തിൻ്റെ സ്ഥിതി, ഇവയൊക്കെയാണ് പരിഗണിക്കുന്നത്. എന്നാൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ജാതകത്തിൽ 7-ാം ഭാവവും 8-ാം ഭാവവും കൂടി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. സന്താന ഉൽപാദന ശേഷിയില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് സന്താനം ലഭിക്കുക? അത് അസാധ്യമാണ്. അപ്പോൾ സന്താന ഉൽപാദന ശേഷിയുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക. എന്നിട്ട് സന്താനത്തിനുള്ള ഭാഗ്യം ഉണ്ടോ എന്ന് നോക്കുക. 5-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സന്തതികൾ ജനിക്കുന്നതാണ്. അവിടെ സ്ത്രീ ഗ്രഹങ്ങളായിട്ടുള്ള ചന്ദ്രൻ, ശുക്രൻ ഇവ വരികയാണെങ്കിൽ പെൺകുട്ടികൾ ജനിക്കുമെന്നും, അതുപോലെ തന്നെ പുരുഷ ഗ്രഹങ്ങൾ വരികയാണെങ്കിൽ പുരുഷ സന്താനങ്ങൾ ലഭിക്കുമെന്നൊക്കെയുള്ള ഒരു വിശ്വാസമാണ് നിലനിൽക്കുന്നത്. എന്നാൽ അത് എല്ലായ്പ്പോഴും അങ്ങനെ ആകണമെന്നില്ല. ചില സമയങ്ങളിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ 9-ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യമാണ്, നമ്മുടെ പൂർവ്വ പുണ്യമാണ്. ഈ പൂർവ്വ പുണ്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല സന്തതികൾ ജനിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ എന്തു തന്നെയായിരുന്നാലും ജാതകത്തിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും അല്ലെങ്കിൽ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും 7-ാം ഭാവവും 8-ാം ഭാവവും പാപഗ്രഹ സംബന്ധമല്ലാതെ സംശുദ്ധമായിരുന്നാൽ, അല്ലെങ്കിൽ ആ ഭാവങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ബലമുണ്ടായിരുന്നാൽ തീർച്ചയായും സന്തതി ലഭിക്കുന്നതാണ്. ജാതകത്തിൽ 5-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ സന്താന ഉൽപാദന ശേഷി ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അതോടൊപ്പം തന്നെ 7-ാം ഭാവവും 8-ാം ഭാവവും പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ 8-ാം ഭാവത്തിലും അതുപോലെ തന്നെ 7-ാം ഭാവത്തിലും ഒക്കെ പാപഗ്രഹങ്ങളുടെ സ്ഥിതി, പ്രത്യേകിച്ച് സ്ത്രീയുടെ ജാതകത്തിൽ 7-ാം ഭാവത്തിനും 8-ാം ഭാവത്തിനും ബലക്ഷയം ഉണ്ടാകുക, ആ ഭാവങ്ങളുടെ അധിപന്മാർക്ക് ബലം കുറഞ്ഞിരിക്കുക, അതോടൊപ്പം തന്നെ ആ ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ വരിക, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഗ്രഹങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ടുള്ള പ്രയാസങ്ങളായിരിക്കും, സന്താനോൽപാദന ശേഷിക്കുള്ള പ്രയാസങ്ങളായിരിക്കും ഉണ്ടാകുക. ഇപ്പോൾ ശനിയാണ് നിൽക്കുന്നതെങ്കിൽ അണ്ഡം വിസർജിക്കാനുള്ള ഒരു കഴിവോ കുറഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ചൊവ്വയാണ് വരുന്നതെങ്കിൽ രക്തശുദ്ധി കുറവായതുകൊണ്ട് ഒരു പക്ഷേ ഗർഭം അലസിപ്പോകാനുള്ള സാധ്യതയുണ്ട്. രവിയാണ് നിൽക്കുന്നതെങ്കിൽ ഗർഭാശയ ഭിത്തിക്ക് വളരെ തിക്നെസ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊരു ഗ്രഹമാണോ അവിടെ തടസ്സമായി നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ സ്വഭാവത്തിന് അനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും, ശാരീരികമായ ബുദ്ധിമുട്ടായിരിക്കും അനുഭവപ്പെടുക. അതിന് അതാത് സ്വഭാവം അനുസരിച്ചിട്ട് ഡോക്ടറെ കണ്ട് വേണ്ട ചികിത്സ നേടുക. അതല്ലാതെ അമ്പലങ്ങളിൽ വഴിപാട് നടത്തിയത് കൊണ്ടൊന്നും ഈ സന്താനോൽപാദന ശേഷി കൈവരിക്കാനായിട്ട് കഴിയില്ല. പിന്നെ 5-ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പോൾ മാനസികമായി ഒരു തയ്യാറെടുപ്പ് ഇല്ലാതെ രണ്ട് വ്യക്തികൾ തമ്മിൽ ശാരീരിക ബന്ധം പുലർത്തുകയും അത് കുഞ്ഞ് ജനിക്കണം എന്നാഗ്രഹിക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ കുഞ്ഞ് യാദൃച്ഛികമായി അങ്ങനെയൊക്കെ ചിന്തിക്കുക. അങ്ങനെയുള്ളവർക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം അവർ തമ്മിൽ, അതായത് ഇണകൾ തമ്മിൽ ഒരു മാനസിക അടുപ്പം ഉണ്ടാകുകയും തങ്ങൾക്ക് നല്ല ഒരു സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ബുദ്ധിമാനായിട്ടുള്ള ഒരു പുത്രൻ ജനിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുകയും ആ ആഗ്രഹ സബലീകരണത്തിനായിട്ട് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും നല്ലതായിരിക്കും. അത് അവരുടെ മാനസികമായിട്ടുള്ള ആ ഒരു കഴിവിനെ, അതല്ലെങ്കിൽ അവസ്ഥയെ സ്വാധീനിക്കും. അങ്ങനെ സ്വാധീനിക്കുമ്പോൾ തീർച്ചയായിട്ടും സത്സന്താനങ്ങൾ ജനിക്കാനായിട്ട് ഇടയാകും. അതല്ലാതെ അസുഖങ്ങൾ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കുകയല്ലാതെ അമ്പലത്തിൽ പോയി വഴിപാട് നടത്തിയിട്ട് യാതൊരു അർത്ഥവും ഇല്ല. അത് പ്രത്യേകം ഓർക്കുക.